എന്തിനാണ് toxic relationship advice? ഇത് വരട്ടെ. You are next. Ever since I said that in my last video, all I've been receiving is this. So I decided to do it. But wait, I'm not going to be roasting this person. All I'm going to do is just tell my opinions about where I disagree with some of the points of view of this person. Before I start, I have a disclaimer. I have a definition to read out for you. What is cyberbullying? Cyberbullying or cyber harassment is a form of bullying or harassment using electronic means. Harmful bullying behavior can include posting rumors, threats, sexual remarks, a victim's personal information, or pejorative labels, hate speech. So I'm not going to do any of these. So ഈ പേരും പറഞ്ഞുകൊണ്ട് ഇനി സൈബർ ബുള്ളിങ്ങിന്റെ ലവ് ലെറ്ററും കൊണ്ടായി എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് പറ്റൂല. I'm not really looking for a relationship right now. But this is good content for me, isn't it? Let's start with the video in which this person says that she is not spreading any toxic messages. It's a kind of disclaimer from her. So let's listen to that. കുറച്ച് ദിവസമായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജാണ് വൈബ് ഗുഡ് ടോക്സിക് ആണ്, വൈബ് ഗുഡ് പോയിസണസ് മെസ്സേജസ് ആണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്നിരുന്നാൽ പോലും പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. സോ അതൊരു ടോക്സിക് ആയിട്ട് ഒരാൾ നശിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യാതെ എന്റെ കുറ്റമായിട്ട് പറയരുത്, അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സിന്റെ കുറ്റമായിട്ട് പറയരുത്. Viber Good says that she is not spreading any toxic messages and she is a responsible influencer. And let's see throughout my video if she is standing by this disclaimer of hers. Also, I've heard that she claims that she is the one who started the feminist movement in Bangalore. That's kind of impressive if it's true. And let's see what her version of feminism is. He's a flirt. He's a damn flirt. അങ്ങനെ ഒരു ബോയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനും കാരണക്കാർ ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. ബിക്കോസ് ഒരു കിളികളും അരിച്ചാക്ക് കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി അരി കുത്തി തിന്നാറില്ല. നിലത്തിട്ട് കൊടുക്കുന്ന അരി മാത്രമേ കിളികൾ തിന്നാറുള്ളൂ. First of all, zoologically speaking, birds are pretty smart. You might want to watch this video. 5 locks. That bird opened 5 locks to get food. And according to you, a guy flirts with a girl only if she lets him do it. So the guys who do catcalling on the streets, who pass improper comments on the bus, on the train, the girls are literally the rice on the ground. എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് വേണം പോകാൻ. എന്താ ലേറ്റ് ആയിട്ട് പോയത്, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വന്നത്, എന്തേ പറഞ്ഞില്ല, മെസ്സേജ് അയച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, പുറത്ത് പോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്, അതല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി നടക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതോ ആർമി റൂൾ എടുക്കുന്നതോ നിങ്ങളുടെ ഡൗട്ട് ഉള്ളതുകൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. Why do you have to use such an emotional background track for this kind of video? ആൺകുട്ടികൾക്ക് സ്വന്തം പെണ്ണെന്ന് പറഞ്ഞ ഉയരാണ്. സ്വന്തം പെണ്ണെന്ന് പറഞ്ഞ ഉയരാണ്, പക്ഷേ വരച്ച വരെ നിർത്തണം. അതിലാണ് വൈബ്. ഫീൽ ദാറ്റ് വൈബ്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഫ്രം ദി ഹോൾ റിലേഷൻഷിപ്പ് തിങ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ഹർ അനാലജീസ് ബിക്കോസ് ഷീ ആക്ച്വലി മേക്സ് സം ഗുഡ് അനാലജീസ്. ഹിയർ ഇസ് വൺ. ലൈഫിൽ ആലോചന എന്ന് പറയുന്ന വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ താണ്ടാതെ പെട്ടെന്ന് എല്ലാം ശരിയാവെന്ന് പറയുന്ന ഒരു ബ്രേക്ക് നമ്മൾ ഇട്ടിരിക്കണം. അതല്ലെങ്കിൽ ഈ നിമിഷവും കടന്നു പോകുന്നുള്ള ഒരു ബ്രേക്ക് നമ്മൾ ഇട്ടിരിക്കണം. അതല്ലെങ്കിൽ ബ്രേക്ക് പൊട്ടി വണ്ടി എവിടെയെങ്കിലും ചെന്നിടിക്കും. ഗുഡ് വൈബ്സ്. Good vibes. Brake chautiyal. If you're driving a car, you apply a brake, the brake will be fine. But if you don't apply the brake, then the brake will get damaged and the car will go hit somewhere. I mean, motor vehicle act പ്രകാരം അത് കറക്റ്റ് ആവണം. കാരണം ഇൻഫ്ലുവൻസർ ഒക്കെ പറഞ്ഞാൽ അത് ശരിയാവണം. അതൊക്കെയാണ് സാധാരണയുള്ള രീതി. പക്ഷേ ഈ വണ്ടി ഇപ്പം ഇങ്ങനെ ഓടിച്ചാൽ ബ്രേക്ക് ചവിട്ടിയിട്ടെങ്കിൽ ബ്രേക്ക് പൊട്ടി വണ്ടി എവിടെയെങ്കിലും ചെന്നിടിക്കും. She also has some traveling tips for you. ഹായ്, ഒരു കൂട്ടം ആളുകൾ അടുത്ത ആഴ്ച എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, കുറച്ച് ഡ്രസ്സ് എടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അടുത്ത ആഴ്ച ഡേറ്റൊക്കെ സെറ്റാക്കിയിരിക്കും. ഒരു കൂട്ടം ആളുകൾ ജസ്റ്റ് ഒരു കട്ടൻ ചായ ചിന്തിക്കാൻ തോന്നുന്നു, അവിടെ പോവാം, ഇങ്ങോട്ടാണ് ഗോവ. ഓക്കെ, ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു പാക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. കൈ കെട്ടിനെടുത്തൊരു ഒറ്റ പോക്കാണ്. എപ്പോൾ വരുന്നുള്ളത് ദൈവത്തിനറിയാം. സോ ഡോ പ്ലാൻ ഒരു ട്രിപ്പ്, പെട്ടെന്ന് അങ്ങ് പോവുക, അടിച്ചു പൊളിച്ചങ്ങ് തിരിച്ചു വരാം. അല്ലേ പോവല്ലേ? കമോണ്ടാ. ഹലോ, ട്രാവൽ ഏജൻസി. ഒരു ടിക്കറ്റ് വേണം എനിക്ക് പെട്ടെന്ന്. ഇപ്പം എനിക്ക് ഐഡിയ വന്നതാണ്. എനിക്ക് ഇപ്പം പോകണം. ഇപ്പം ഇല്ലേ? എപ്പോഴുണ്ടാവും ഇനി? അടുത്ത ആഴ്ച അല്ലേ? സ്പോണ്ടേനിയസ് ആയിട്ട്. ഹലോ ബോസ്, ഐ വോണ്ട് ടു ഗോ ഫോർ എ ട്രിപ്പ്. ഐ സ്പോണ്ടേനിയസ്ലി പ്ലാൻ വെരി ക്വിക്ക് ട്രിപ്പ്. ഐ ഹാവ് ടു ഗോ. ലീവ് ഇല്ലേ? അയ്യോ നോ സർ, ഞാൻ വരാം ജോലിക്ക് വരാം. ട്രിപ്പോ? ഇപ്പോഴാ? ഞാൻ വരണേ. അമ്മേ, ട്രിപ്പിന് പോട്ടെ ഞാൻ. ഏടാ ട്രിപ്പിന് പോട്ടെ? എങ്ങോട്ടാ? അത് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിച്ചോണ്ടാ? ഇല്ല, ഇവിടെ വീടുകളുണ്ട്, അലക്കാനുണ്ട്, തുടക്കാനുണ്ട്, ഒരു പഠിക്കണം എന്നിട്ട്. Okay, the travel advice might not have been effective, but she's got some really good advice for people who suffer from overthinking, anxiety and depression. Let's check it out. മതിയടോ, ഓവർ തിങ്ക് ചെയ്തും കുറെ കരഞ്ഞു, മറ്റുള്ളവരുടെ അറ്റൻഷൻ എടുക്കാൻ നോക്കിയിട്ടും രാത്രി ഉറക്കമില്ലാതിരുന്നിട്ടും ലൈഫ് കളയാൻ തുടങ്ങിയിട്ട് എത്രയായി? സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഓക്കെ, ലിവ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ഈ ഒരു വീഡിയോ കേട്ട് ഈ ഒരു സെക്കൻഡ് തൊട്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത്,
ലവ് യുവർ സെൽഫ്, എൻജോയ് യുവർ ലൈഫ് ആസ് മച്ച് യു ക്യാൻ. ബാക്കിയുള്ള കുറ്റപ്പെടുത്തലോ വേണ്ടെന്ന് വയ്ക്കുന്നവരെയൊക്കെ ജസ്റ്റ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്ത് താൻ തന്നെ സ്നേഹിച്ച് ലൈഫ് അടിച്ചു പൊളിക്കാൻ നോക്ക്. അപ്പൊ എനിക്ക് മനസ്സിലാവും ലൈഫ് എന്ത് വൈബാണ്. അത്രേ ഉള്ളൂ. If you guys have overthinking issues, you can't sleep at night, you have anxiety and depression and stuff, take a deep breath. The most important thing, stop overthinking. And there was a depression video that you took down that I also watched, and you have also talked about depression and said in that if you just travel and if you just go to some place and your depression is healed, you realize that depression, anxiety, overthinking, all these are like really serious issues and you have to seek medical help and counseling. Okay, so the mental health advice might not have been effective. She's got something to tell you about pregnancy. ഒരു സ്ത്രീ കംപ്ലീറ്റ് ആവുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിൻ്റെയാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് വേണം. ഒന്ന് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. പല രാത്രികൾ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. So what you said is correct about the struggles of a pregnant woman, how she's not able to sleep at night, how it's so painful. I agree with that. But your opening statement was a woman's life is complete only when she gives birth. Alright, so what about the millions of women out there who are not able to carry? What about their lives? Never complete? Okay, so I don't think any of these advices are working. Let's go back to the relationship and the whole equality thing. I think we could catch something there because I still have hope that she is the one who started feminism in Bangalore. Is she? എല്ലാ ഗേൾസിനും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഗേൾസിനും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത് ഒരു ബോയ് ആയിരിക്കും. എന്നാൽ ഈ ഗേളിന്റെ ബോയ് ഫ്രണ്ടിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യവും ഇത് തന്നെയായിരിക്കും. Yeah, so if your boyfriend has an issue with your male best friend, that's completely fine. So if he tells you to stop talking to your male friends, stop it. It's not toxic. Who told you it's toxic? Vibergood does not talk about toxic stuff. ആണ് ഒരു ബോയ് സ്വന്തം പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഡ്രസ്സ് ചേരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചേരില്ല തന്നെയാണ്. ബോയ്സിന് എന്തറിയാം ഗേൾസിന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ കളർ സെൻസിനെ പറ്റിയിട്ട് ഡിസൈൻസിനെ പറ്റിയിട്ട് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ ബോയ്ക്ക് പറയാനത് ഇത്രയേ ഉള്ളൂ. വലിയ കളർ സെൻസോ ഡിസൈനറോ ഒന്നുമല്ല. പക്ഷേ എന്റെ പെണ്ണ് പുറത്തേക്ക് ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ മറ്റാണെങ്കിൽ അവളെ വായി നോക്കാതിരിക്കാനും അല്ലെങ്കിൽ സൊസൈറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അവളെ ചിത്രീകരിക്കാതിരിക്കാനുമാണ് ഞാനിത് പറയുന്നത്. എന്റെ പെണ്ണ് എന്റെ മാത്രമാണ്, എന്റെ സ്വന്തമാണ്. സോ ഗേൾസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയ ഡിസൈനർ ഫാഷൻ ഡ്രസ്സ് ഇട്ടിട്ട് ബോയ് ഇംപ്രസ് ചെയ്യാൻ പോകുമ്പോൾ അവൻ ഉള്ളിൽ ആ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരുപാട് സ്നേഹിക്കണം. ബിക്കോസ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടും ലവും കെയറും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Be with him, love him more. Girls, these are like golden advices for relationship success, man. Let's listen to that. If the guy tells you that dress is not good, society is going to look at you in a bad way because the way you dress. Dummy. You guys think reacting to videos is easy, right? Ishvara, Shakti Dharane. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഒരു കൾച്ചർ വന്നിട്ട് ആണുങ്ങളെ റെസ്പെക്ട് ചെയ്യുക, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ സ്ഥാനം കൊടുക്കുന്നതാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന അങ്ങനെയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. ഫ്ലൈറ്റും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെയാണ്. ഫ്ലൈറ്റും മറ്റു പലതും ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. I'm sorry, what she meant is the women who are pilots. ബട്ട് അത് പ്രൊഫഷൻ വൈസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ നോളേജ് വൈസ് ആയിരിക്കും. ബട്ട് ലൈഫിൽ നമ്മളെപ്പോഴും ആണിനേക്കാൾ താഴെ നിന്ന് അവരെ റെസ്പെക്ട് ചെയ്ത് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ആണിൻ്റെ തലയിൽ കയറി ഏതൊരു പെണ്ണ് കളിക്കാൻ നോക്കിയാലും നാട്ടിലുള്ള ആണാണെങ്കിൽ ഈ കാല വരെ നിലത്തടിക്കും. I don't know if she meant that metaphorically, but I don't think she did. പെണ്ണ് ആണിന് തലയിൽ കയറിയാൽ നട്ടലുള്ളവനാണെങ്കിൽ അവളെ നിലത്തടിക്കും. Is it just me or do you guys smell what is it? What do I call it? Domestic violence, physical abuse, oppression. മിസ്ബിഹേവ് ചെയ്യുന്ന ആണുങ്ങളോട്, നമ്മുടെ ശരീരത്തിൽ നമ്മളെ അനുവാദത്തിൽ നമ്മളെ തൊടുന്ന ആണുങ്ങളോട് നമ്മൾ ഒന്നും നോക്കാനില്ല, കരണക്കുറ്റി നോക്കി പൊട്ടിക്കും. ബട്ട് അതിനും നമ്മുടെ കൂടെ ആണുങ്ങളുണ്ടാവും. എല്ലാ ആണുങ്ങളും ചീത്തയല്ല കേട്ടോ. Now she's turning it around and saying that if someone misbehaves with you, you can slap the person, but even for that you'll need a man. And then she says that not every man is. If I got $1 for each brain cell that died since the beginning of this video, പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സംസാരിക്കുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കൂതരത്തരം കാണിക്കുമ്പോഴും അതിനൊരു ഡീസൻസി കാണിക്കുക. അതല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. My apologies for the real feminists around the world, but she is the one who started feminism in Bangalore. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്റെ ചെക്കൻ ചെവി പൊട്ടുന്ന മാതിരി നിന്നെ ചീത്ത പറഞ്ഞാലും ഉറപ്പിച്ചോ, ഒരിക്കലും നിന്നെ ഇട്ടിട്ട് പോവില്ല. നീ ഇല്ലാതെ അവൻ ജീവിക്കില്ല. Okay, so from these videos, what I conclude is that according to Vibergood, an ideal relationship is like this. ചേട്ടാ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല തീട്ടം പോലെയുണ്ട്. ശരിക്കും നിന്നോട് പറഞ്ഞിട്ടില്ലേ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്? അവളുടെ ഡ്രസ്സും കാര്യങ്ങളും പൊളി. Love him,
Love him more. 68,500 people follow you on Instagram. And what you promote could result in many different things. You put a message across like this that saying verbal abuse is okay, and if you do it more, that means you love the person more. ഇതൊക്കെ promote ചെയ്യുമ്പോൾ people might think in different ways, and this could result in very bad things. My question is, will you take responsibility if a domestic violence breaks out because of your videos? Will you go and defend the women who are getting beaten up, getting verbally abused? You call yourself an influencer, and you are influencing a lot of people with these thoughts. Before ending this video, I'd like to add one more thing. Not everything that she posts is stuff like this. She also talked about the transgender equality and their rights, which is a good thing. And because of this video, please don't go to her profile and comment hate speech on her posts, because that's not what we stand for. Let's enlighten, let's educate, and move forward. Thank you for watching this video. കുറച്ച് ക്ഷീണിച്ചു. അടുത്ത ആഴ്ച കാണാം. I need more supplies.